ഇന്നത്തെ വീഡിയോയിൽ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ഇലക്ട്രിക് വാഹനം ഏതാണ് എന്നൊരു കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കമൻറ്റ് കൂടിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നെക്സോൺ EV എന്ന് പറയുന്ന മോഡലിൽ നിങ്ങൾ കണ്ട മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ആ ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്വസ്ഥത ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ. സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും മറ്റു ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്കിരുന്ന് മനസ്സിനോട് സംവദിക്കാനും മനുഷ്യൻ ഇഷ്ടപ്പെടാറുണ്ട്. അതൊരു പക്ഷേ മനുഷ്യൻ്റെ ജന്മനായുള്ള സിദ്ധിയാണ്, അല്ലെങ്കിൽ ജന്മനായുള്ള ആഗ്രഹമാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത്തരം കാര്യങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്തും വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കെ തന്നെ മികച്ച കംഫർട്ടോടും അനായാസേനയും വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ടാകും. അത്തരം ആളുകൾക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന വാഹനങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്തരത്തില് ടാറ്റ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി പുറത്തിറക്കിയ അവരുടെ ഇലക്ട്രിക് വാഹനമായ ടാറ്റ നെക്സോൺ EV എന്ന് പറയുന്ന മോഡലിന്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതും നെക്സോൺ EVയുടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന സമയത്തുള്ള പ്രത്യേകതകളും അതിൻ്റെ വിശേഷങ്ങളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നെക്സോൺ EV എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ റോട്ടിൽ കാണുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് നെക്സോൺ EVകളാണ് എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ഈ വാഹനം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതിൻ്റെ റണ്ണിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പങ്കുവെക്കാൻ പോകുന്നത് ദീർഘദൂരം നമ്മൾ ഓടിച്ച സമയത്തുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം 4 ദിവസത്തോളമായി ഈ വാഹനം ഞാൻ ഉപയോഗിക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 400 കിലോമീറ്ററോളം ഇപ്പോൾ യാത്ര ചെയ്തു. ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത്, കംഫർട്ടിനെ കുറിച്ച് എങ്ങനെയാണ്, യാത്രയെക്കുറിച്ച് എങ്ങനെയാണ്, അതുപോലെ തന്നെ എത്ര മൈലേജ് കിട്ടി, AC ഇട്ടിട്ട് AC ഇടാതെ എന്തൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ ചുറ്റും നടന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ആ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി പലപ്പോഴായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നെക്സോൺ EVയെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. 17.5 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസാണ്. 8 വർഷത്തേക്ക് ടാറ്റ ഇതിന് സർവീസ് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ 50,000 കിലോമീറ്റർ ഓടിയ, ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ 50,000 കിലോമീറ്റർ ഓടിയ ആദ്യത്തെ ടാറ്റ നെക്സോൺ EV കസ്റ്റമർ ആയിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഫീൽ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിൽ അദ്ദേഹത്തിനുണ്ടായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ചർച്ച ചെയ്യുന്ന ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്തതായിട്ട് അതിനെക്കുറിച്ചും കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ടാറ്റ നെക്സോൺ EVയുടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ലോങ് ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വേഗം ഡ്രൈവ് വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ നമ്മൾ നെക്സോൺ EVനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം നമുക്ക് ചാർജിങ് മുതൽ തുടങ്ങാമെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഈ വാഹനം യാത്ര ചെയ്തത്, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു തിരിച്ച് ഏകദേശം എത്താനുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മൾ ഏകദേശം 400 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചാർജ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണയാണ്. പിന്നെ തിരിച്ചെത്തിയിട്ടും ഞാൻ ചാർജ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 94% ചാർജിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അനേർട്ടിൻ്റെ കീഴിൽ ESL എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ചാർജിങ് സ്റ്റേഷനുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KSEBയും അവൈലബിൾ ആണ്. ഇപ്പം ഏകദേശം എല്ലാ ജില്ലകളിലും ഓരോരോ ചാർജിങ് സ്റ്റേഷൻ എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നു തുടങ്ങി. ഇപ്പം 1-2 സ്ഥലങ്ങൾ, ഇപ്പോൾ മലപ്പുറത്തൊക്കെയാണ് മിസ്സിങ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ വയനാട് അങ്ങനെയൊക്കെയാണ്. ഇടുക്കിയിലൊരു ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കണ്ടു. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ടാറ്റയുടെ. ആ ടാറ്റയുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിങ്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനൊക്കെ പറ്റുക. അപ്പോൾ അതിനകത്ത് ഒരു മാപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ലൊക്കേഷൻസ് കാണിക്കും, അതിലേക്കുള്ള ഡയറക്ഷൻസ് കാണിച്ചിരും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ESLൻ്റെ ഇതിനകത്ത് പെയ്ഡാണ്, നമ്മളിപ്പം പൈസ കൊടുക്കണം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ KSEB ഫ്രീ ആയിട്ടാണ് ചാർജിങ് സ്റ്റേഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ചാർജ് ചെയ്യുന്നതിന് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. അപ്പോൾ അതാണ് ചാർജിങ്ങിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുൾ ചാർജ്, ക്വിക്ക് ചാർജ് മെത്തേഡിൽ എനിക്കിപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം 7% ആയതിൽ നിന്ന് 100% ആവാൻ വേണ്ടിയിട്ട് എനിക്കെടുത്ത സമയം 1 മണിക്കൂറും 10 മിനിറ്റുമാണ്. 1 മണിക്കൂറും 10 മിനിറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% വരെ ഫുൾ ചാർജ് വളരെ പെട്ടെന്നാവും. അത് ചിലപ്പോൾ ഒരു 40 മിനിറ്റ് കൊണ്ടോ 45 മിനിറ്റ് കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് 95-ൽ നിന്ന് 100-ലേക്ക് എത്താനുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞ് വളരെ പതുക്കെ ആണ് ചാർജ് ആവുന്നത്.
അതെനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് DC കട്ട് ഓഫ് ചെയ്തിട്ട് നേരെ AC കണക്ട് ചെയ്യാണോ എന്നറിയില്ല, അതുകൊണ്ടാണോ ഇനി അതോ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ അവസാനത്തെ പെർസെൻറ്റേജ് ലാസ്റ്റ് ചാർജ് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജി ആണോ കീപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 95 നിന്ന് വളരെ സ്ലോ ആണ്. പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ആദ്യം കംഫർട്ട്, ഞാൻ ഫീൽ ചെയ്ത കംഫർട്ടിനെ കുറിച്ച് പറയാം. ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു മെഴ്സഡീസിൻ്റെ E-ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലക്ഷറി വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ട്. കാരണം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ യാതൊരുവിധ ശബ്ദവും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് പീസായിട്ട് കാമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് നെക്സോൺ EV പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇലക്ട്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്ലെസ് ആണ്, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ഡ്രൈവിംഗ് ആണ് എന്നുള്ള ആ ഒരു കാര്യം സത്യമാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് തരുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഡ്രൈവ് കോൺഫിഡൻസ് ഉള്ളത്. അപ്പം അത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എന്നാൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് പീസ് എന്ന് പറയുന്ന സംഭവം നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും കുറച്ചുകൂടി ഒരു സ്റ്റിഫ് സസ്പെൻഷൻ്റെ ഫീല് നമുക്ക് ബാക്കിൽ റിയറിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മളിപ്പം കട്ടയൊക്കെ ചാടുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ എന്തെങ്കിലുമൊക്കെ ചാടുന്ന സമയത്തുള്ള ആ ഒരു ഫീൽ നമുക്ക് ചെറിയ രൂപത്തിൽ കിട്ടുന്നത്. ചെറിയ രൂപം, അതായത് ഫ്രണ്ടിനെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മറ്റുള്ളതിനുമായിട്ട് കമ്പയർ ചെയ്യില്ല. ഈ വാഹനത്തിൽ തന്നെ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്യുന്നതും ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്നതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതൊരു ചെറിയ ചാട്ടം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഫ്രണ്ട് ഒരു രക്ഷയുമില്ലാത്ത ഡ്രൈവ് പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് ഫീലാണ് എന്ന് പറയാൻ പറ്റും. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ട്രാഫിക്കിൽ നമ്മൾ നിർത്തിയിട്ട് എടുത്തു പോകുന്ന സമയത്ത് അത് ഹെവി ഒരു ഫീലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങളിൽ നമ്മൾ തമാശ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്സലറേറ്റർ, അതെ ഞാൻ ആക്സലറേറ്റർ കൊടുക്കുന്നു എന്ന് എഞ്ചിനിലേക്ക് കൊടുത്തു, എന്നിട്ട് അവിടുന്ന് ഓയിലും കാര്യങ്ങളൊക്കെ ബൂസ്റ്റപ്പായി പെട്രോളിലേക്ക് കണക്ഷൻ പോയി, എഞ്ചിൻ സ്റ്റാർട്ടായി, വണ്ടി മുന്നോട്ട്. ഇതൊക്കെ മൈക്രോ സെക്കൻഡോട് നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ആ ഒരു മൈക്രോ സെക്കൻഡിൻ്റെ ലാഗ് പോലും ഇല്ലാതെ നമുക്ക് ആക്സലറേഷൻ കൊടുക്കുന്നത് ഡയറക്റ്റ് മോട്ടറിലേക്ക് പോകുന്നു, വാഹനം കുതിച്ചു പോകും. അപ്പം നമ്മളിപ്പോൾ ഒരു ഡ്രാഗ് റേസ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനം. കാരണം പെട്രോൾ ഡീസൽ എഞ്ചിൻ ആ ഒരു കിക്കിൻ ചെയ്യുന്ന ഒരു സമയത്തേക്ക് ഈ വാഹനം എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് മുന്നിലേക്ക് എത്തും എന്നുള്ള ഒരു ഫീൽ കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് കിട്ടിയ മൈലേജ്, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പോയത് വർക്കല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമുക്കറിയാം കൊല്ലം ജില്ലയിലെ വർക്കല. അപ്പം ഞാൻ ആ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വർക്കലയിൽ എത്തുന്നതിന് മുമ്പ് കൊല്ലത്ത് KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഞാൻ KSEB ആണ് പ്രിഫർ ചെയ്തത്, ബിക്കോസ് വി ആർ മലയാളീസ്. അപ്പോൾ കൊല്ലത്ത് നമുക്കൊരു KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഏകദേശം നമുക്ക് 160 കിലോമീറ്ററോളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കിലോമീറ്റർ ദൂരം എനിക്ക് എന്തായാലും യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് യാത്ര സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഫുൾ AC ഇട്ടിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ എത്തുന്ന വരെ ഫുൾ മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ പോയപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക്, അതായത് ഇവിടെ 95% നിന്ന് ഞാൻ യാത്ര ആരംഭിച്ചു. അവിടെ എത്തുമ്പോൾ എനിക്ക് 7%. അപ്പോൾ എനിക്ക് കിട്ടിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മീറ്ററൊക്കെ റീസെറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് 151 കിലോമീറ്ററാണ്, അതായത് ഫുൾ AC ഇട്ടിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 160 കിലോമീറ്റർ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് AC ഇടാതെയാണ് വന്നത്. രാത്രിയായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ AC ഇടാതെ വിൻഡോ താഴ്ത്തി വെച്ച് നമ്മൾ സാധാരണ ചില നാട്ടുപ്രദേശം, സിറ്റിയിൽ അങ്ങനെ ഓടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, നാട്ടുപ്രദേശം. പിന്നെ വെച്ചാൽ കുറച്ചുകൂടി തണുത്തൊരു അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് AC ഓഫ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 200 ആണ്. 200. അപ്പോൾ ഇനി അതിലൊരു കാര്യം കൂടി പറയാം. ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് ഒരു ഗ്രാഫ് കാണിക്കും നമുക്ക് എപ്പോഴും. നമ്മുടെ ഡ്രൈവ് മോഡ് NADS, ആ ഒരു ഡ്രൈവ് മോഡിൻ്റെ താഴ്ഭാഗത്തൊരു ചെറിയ ഗ്രാഫ് ഉണ്ട്. ആ ഒരു ഗ്രാഫിൻ്റെ ഗുട്ടൻസ് ശരിക്കും ഈ ഒരു ലോങ് യാത്രയിൽ എനിക്ക് മനസ്സിലായത്. അത് നമ്മളെ ബോധിപ്പിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി എത്രമാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ആക്സിലറേഷൻ കൊടുത്ത് ഭയങ്കരമായിട്ട് നമ്മൾ റേസ് ചെയ്യുന്നൊരു ഫീൽഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യം ഹൈ ആയിരിക്കും. അതായത് ബാറ്ററിയുടെ യൂസേജ് ഹൈ ആയിരിക്കും. എന്നാൽ നമ്മളൊരു 60-80 പിടിച്ചിട്ട് ആക്സലറേഷനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, അതായത് ഒരേ പൊസിഷനിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു നല്ലൊരു ക്രൂയിസിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കൺസപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് നോക്കിയിട്ട് നമ്മളുടെ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം എന്നുള്ള ഒരു വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആ ഒരു ഗ്രാഫ് നമുക്ക് തരുന്നുണ്ട്. അതായത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാം എത്രമാത്രം നമ്മുടെ എനർജി സ്പെൻഡ് ആവണം, എത്രമാത്രം അത് കൺസെപ്റ്റഡ് ആവണം എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം എന്നുള്ളൊരു വലിയ പ്ലസ് പോയിന്റ്. അത് ശരിക്കും ഏതൊരു ഡ്രൈവർ, ഇപ്പം നമ്മൾ സാധാരണ EVനെ കുറിച്ച് പറയാറുണ്ട്, നമ്മളുടെ ഡ്രൈവിംഗ് അനുസരിച്ചിരിക്കും EVയുടെ റേഞ്ച്. അത് സത്യമാണ്. അത് നമ്മളെങ്ങനെ ഓടിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും റേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു ഗ്രാഫ് ഏറ്റവും ലോ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ
അത് നല്ല രൂപത്തിൽ തന്നെ റേഞ്ച് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അനുഭവിച്ചു. അത് ഞാൻ പറയാനുണ്ടായ ഒരു കാരണം അത് തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നല്ല സ്പീഡിൽ ഫുൾ ആക്സലറേഷൻ ത്രോട്ടിൽ കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും കൂടുതൽ ചാർജ് സ്പെൻഡ് ആയി. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടും നമ്മുടെ കയ്യിൽ ചാർജ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ആക്സലറേഷൻ കൂട്ടി ഓടിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അറിയാമല്ലോ, അപ്പോൾ ബാറ്ററിയുടെ ചാർജിങ് പൊസിഷനും അതുപോലെ തന്നെ ഇനി എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ സ്പീഡ് കൊടുത്ത് ഓടിക്കുമ്പോൾ ഗ്രാഫ് ഹൈ ആണ്, അപ്പോൾ അതിനനുസരിച്ച് പെർസെൻറ്റേജ് കുറയുമ്പോൾ മൈലേജ് കുറയുന്നത് കൂടുതലാവുകയാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നമില്ല, അത് നല്ലൊരു റേഷ്യോയിൽ പോകുന്നുണ്ട്. അത് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയേണ്ടതാണ്. പിന്നെ ബാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ EVയുടെ കംഫർട്ടിനെ കുറിച്ചും റൈഡിനെ കുറിച്ചും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു E-ക്ലാസ്, മെർസിഡീസിന്റെ ഒരു E-ക്ലാസ് ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലോടെയും ഒരു കംഫർട്ടോടെയും, അതുപോലെ തന്നെ ആ E-ക്ലാസിനകത്തൊക്കെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീലും ഒക്കെ തന്നെയും അതുപോലെ നമുക്ക് ഇതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇപ്പം എൻ്റെ ലോങ് യാത്രയിൽ മനസ്സിലായ ഒരു കാര്യം, അത് എൻ്റെ അഭിപ്രായമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ദീർഘദൂര യാത്രകൾക്ക് EV സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദ്യം വരാറുണ്ട്. ഞാൻ ശരിക്കും എൻ്റെ മനസ്സ്, അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് പറയാനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദീർഘദൂര യാത്രകൾ നമ്മൾ പോകുമ്പോഴേക്കും ഇതിന്റെ വൈബ്രേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിനകത്തില്ലാത്തതുകൊണ്ട് നല്ല നിലയിൽ ക്രൂയിസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമെന്നതാണ്. പക്ഷെ അത് ഇപ്പൊ സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷന്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. അത് അവൈലബിൾ ആയി വരുന്നു. ടാറ്റ അല്ലെങ്കിൽ മറ്റു വാഹന നിർമ്മാണ കമ്പനികളും എല്ലാം ടൈപ്പ് ആയിട്ട് ഇന്ത്യയിൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരും. അപ്പൊ ആ ഒരു സാഹചര്യം വന്നാൽ, അതായത് നമുക്ക് എല്ലായിടത്തും ഇപ്പൊ പെട്രോൾ പമ്പൊക്കെ അവൈലബിൾ ആവുന്ന പോലെ ഒരു ടൗണിൽ ഒരു ചാർജിങ് സ്റ്റേഷനുകളും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ദീർഘദൂര യാത്ര EV കൊണ്ടുപോകാം. പിന്നെ ഒരു 200 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു യാത്രക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ EV സജസ്റ്റ് ചെയ്യാം. അവിടെ എത്തിയിട്ട് എന്ത് ചെയ്താൽ മതി, കിടന്നുറങ്ങുമ്പോൾ ചാർജിങ് കൂട്ടിയിട്ടാൽ മതി. അതുപോലെ തന്നെ റിസോർട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസോർട്ടിലും ഒരു EV ചാർജിങ് സ്റ്റേഷനുകളൊക്കെ വെക്കുക. കാരണം എന്താ വെച്ചാൽ യാത്രികർ ഒരു EVയുമായിട്ട് വരുന്ന സമയത്ത് അവർക്കുള്ള ഒരു കംഫർട്ട്, ആ ഒരു ഫീൽ. അപ്പം നിങ്ങൾ ചോദിക്കും പെട്രോൾ വണ്ടിക്കാർക്ക് പെട്രോൾ അടിക്കാനുള്ള സൗകര്യം റിസോർട്ടിൽ ചെയ്യേണ്ടി വരുമോ എന്നൊരു ചോദ്യം വരും. അതല്ല, അത് പെട്രോൾ പമ്പ് സുലഭമാണ്, പക്ഷെ ചാർജിങ് സ്റ്റേഷൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതും ഒരു സാധ്യതയാണല്ലേ. കാരണം അവർക്കും EVയുമായിട്ട്, ഇപ്പൊ നമുക്കും EVയുമായിട്ട് റിസോർട്ടിലേക്ക് പോകാൻ അവിടെ EV ഫ്രണ്ട്ലി ആണ് എന്ന് പറയുമ്പം അതൊരു നല്ല കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ഒരു സജഷൻ. അപ്പോൾ റൈഡിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല, അതൊരിക്കൽ കൂടി പറയണം. പിന്നെ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഡ്രൈവാണ്. കാരണം സിറ്റി ഇപ്പൊ കൊച്ചി ഭയങ്കര ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിൽ നമുക്ക് എത്രയാണ് ഫ്യൂവൽ ലോസ് വരുന്നത് പെട്രോളിന് വില കൂടുന്ന സമയത്ത്. പക്ഷെ EV ആവുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊന്നുമില്ല. റീജനറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ വലിയ തോതിൽ ചാർജ് ചെലവാകുന്നില്ല. കൊച്ചിയിൽ തന്നെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ പോയിട്ട് ചാർജ് ചെയ്യാം. 200 കിലോമീറ്റർ നമുക്ക് പുഷ്പം പോലെ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. AC ഒക്കെ ഇട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു 160-170 കൂട്ടിക്കോ ആ ഒരു റേഞ്ചിൽ. അതിനേക്കാളും കൂടുതൽ കിട്ടും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സ്പീഡിലാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കൺസംഷൻ ഹൈ ആയിരുന്നു. ഒരു ആവറേജ് റേഞ്ച് ഇട്ട് പിടിച്ചാൽ ചിലപ്പോൾ സിറ്റിയിലൊക്കെ നമ്മളൊരു ആവറേജ് റേഞ്ച്, ഇപ്പൊ ഞാൻ കുറെ നേരം ഇപ്പൊ ഏകദേശം 100% നിന്ന് 92%. അപ്പോൾ അത്രയും ശതമാനം ഞാൻ ഈ കൊച്ചിയിൽ കൂടി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതും ഫുൾ AC ഇട്ടുകൊണ്ട് തന്നെയാണ്. ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ ഇനിയും എനിക്ക് 218 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള മൈലേജ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ആവറേജ് പിടിച്ചിട്ട് പോകുന്ന സമയത്ത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഡ്രൈവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മൈലേജാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് EV എന്ന് പറയുന്ന വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്ത സമയത്ത്, അതായത് ദീർഘദൂര യാത്ര, ഏകദേശം ഒരു 400 കിലോമീറ്ററോളം യാത്ര ചെയ്ത സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ EVയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ച എല്ലാ സംശയങ്ങൾക്കും മറുപടി തരാൻ നമ്മളൊരു അതിഥിയെ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം നമുക്കത് പറഞ്ഞു തരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ ഭയങ്കര പീസായിട്ട്, ഭയങ്കര കാമായിട്ട്, ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഡ്രൈവിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, വൈബ്രേഷൻസ് നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു ചോയ്സ് തന്നെയാണ് EV എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടാറ്റ നെക്സോൺ ആണ്. ടാറ്റ നെക്സോൺ EVയുടെ ഒരു പ്രത്യേകത
പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള നിലക്ക് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് നെക്സോൺ EV. വലിയൊരു മിത്താണ് ടാറ്റ തിരുത്തിയത്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും, അതുപോലെ തന്നെ വലിയ പ്രൈസ് ആയിരിക്കും തുടങ്ങിയിട്ടുള്ള വലിയ ഒരു മിത്തിനെയാണ് ശരിക്കും ടാറ്റ മോട്ടോഴ്സ് മാറ്റിയത് എന്ന് പറയാം നെക്സോൺ EVയിലൂടെ. ഇനി അവരുടെ അൾട്രോസ് വരാനിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒഫീഷ്യലി അല്ലാത്ത 500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം സത്യമാണ് അല്ലെങ്കിൽ അത് എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങളൊന്നും ടാറ്റ മോട്ടോഴ്സ് ഔദ്യോഗികമായിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പ്രഖ്യാപിക്കുന്നത് വരെ നമുക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ടാറ്റ നെക്സോൺ EVയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ടാറ്റ നെക്സോൺ EV നിങ്ങൾ ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചിത കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫ്, ഇപ്പൊ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ബ്രേക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം കുടുംബ വിസിറ്റും കാര്യങ്ങളും നിശ്ചിത കിലോമീറ്റർ പരിധിയിൽ നടത്തുന്ന ആളുകൾക്കൊക്കെയും EV സൂട്ടബിൾ ആണ്. അത് എന്ത് പർപ്പസിനായി കഴിഞ്ഞാലും, അത് ലഗേജ് ആയി കഴിഞ്ഞാലും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ വർക്കലയിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് 5 ആളുകൾ വെച്ചിട്ടാട്ടോ. 5 ആളുകൾ, അതായത് ഫുൾ ലോഡഡ് ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ്, ഫുൾ ലോഡഡ് ആണ്, AC ഓണാണ്, കയറിയത് മുതൽ മ്യൂസിക് സിസ്റ്റം ഓണാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ 160 എന്നുള്ള ആ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുമെന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നവരെ ചെറിയൊരു